നമസ്കാരം. ഈങ്ങാപ്പുഴയിൽ 21-കാരിയായ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. യുവതിയെ ആക്രമിക്കാൻ പ്രതിയായ ഭർത്താവ് യാസിർ 2 കത്തികൾ ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തി. യാസിറിനെ പിടികൂടുമ്പോൾ യാസിറിന്റെ കയ്യിൽ നിന്നും 2 കത്തികൾ കണ്ടെത്തിയിരുന്നു. കൈതപ്പൊയിൽ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ പുതിയ സ്റ്റീൽ കത്തിയും മറ്റൊരു ചെറിയ കത്തിയുമാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത്. യാസിർ നടത്തിയത് ആസൂത്രിത കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെയാണ് യാസിറിന്റെ പക്കൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തത്. ഇവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഷിബിലയ്ക്ക് 11 കുത്തുകൾ ഏറ്റിരുന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മുറിവുകൾ ചിലത് ചെറിയ തരം കത്തി പോലുള്ള ആയുധം ഉപയോഗിച്ച് കുത്തിയ തരത്തിലുള്ളവയായിരുന്നു. മൂർച്ചയുള്ള ഒന്നിലേറെ ആയുധങ്ങൾ കൃത്യത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 2 കത്തികളും പോലീസ് കോടതിയിൽ ഹാജരാക്കും. യാസിറിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനുള്ള അപേക്ഷയും ഇന്ന് നൽകിയേക്കും. കസ്റ്റഡിയിൽ വാങ്ങി അടുത്ത ദിവസം തന്നെ കൊലപാതകം നടന്ന കക്കാടുള്ള ഷിബിലയുടെ വീട്ടിൽ യാസിറിനെ എത്തിച്ച് തെളിവെടുപ്പും നടത്തും. അതേസമയം യാസിറിന്റെ ലൈംഗിക വൈകൃതത്തിനും ഷിബില ഇരയാകേണ്ടി വന്നതായും വിവരമുണ്ട്. മുൻപ് ഷിബില നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷിബിലയെയും യാസിറിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഷിബിലയെ കൂടെ കൊണ്ടുപോകണമെന്നാണ് യാസിർ ആവശ്യപ്പെട്ടത്. എന്നാൽ യാസിറിന്റെ കൂടെ പോകാനാകില്ലെന്ന് ഷിബില തീർത്തു പറഞ്ഞു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ശേഷമാണ് ഷിബില കൂടെയുണ്ടായിരുന്ന സാമൂഹിക പ്രവർത്തകയോട് ലൈംഗിക വൈകൃതത്തിനും ഇരയാകേണ്ടി വരുന്ന കാര്യം വെളിപ്പെടുത്തിയത്. താങ്ങാനാവുന്നതിലും അപ്പുറമാണിതെന്നും ഷിബില അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഈങ്ങാപ്പുഴയിലെ അതിഭീകരമായ കൊലപാതകം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷിബിലയുടെ മാതാപിതാക്കളായ അബ്ദുറഹ്മാൻ, ഹസീന എന്നിവർക്കും യാസിറിന്റെ കയ്യിൽ നിന്നും വലിയ മാരകമായ പരിക്കുകൾ ഏറ്റിരുന്നു. ഇവർക്കും കത്തിക്കുത്ത് ഏറ്റ സാഹചര്യമുണ്ടായി. എന്തായാലും ഷിബിലയുടെ മാതാപിതാക്കളായ അബ്ദുറഹ്മാൻ, ഹസീന എന്നിവരുടെ മൊഴിയും പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. യാസിറിന്റെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. യാസിറിന്റെ സുഹൃത്തുക്കളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും യാസിറിന്റെ ലഹരി ബന്ധങ്ങൾ അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഈങ്ങാപ്പുഴ നക്കലമ്പാട് ഷിബിലയെ ഭർത്താവ് യാസിർ വീട്ടിൽ കയറി കുത്തിക്കൊന്നത്. യാസിറിന്റെ കൂട്ടുകാരിൽ ചിലർ മയക്കുമരുന്നിന്റെ അടിമകളാണെന്നും ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖ് ഉൾപ്പെടെയുള്ളവരുമായി യാസിറിന് അടുത്ത ബന്ധമുണ്ടെന്നുമുള്ള നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പരാതിയിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഷിബിലയുടെ മാതാപിതാക്കളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായതിനാലാണ് ഇത് വൈകുന്നതെന്നും താമരശ്ശേരി ഇൻസ്പെക്ടർ സായുജ് കുമാർ പറഞ്ഞു. ഇരുവരും അപകടനില തരണം ചെയ്തതായാണ് വിവരം. ഷിബിലയുടെ വിവാഹം നടക്കുന്ന സമയത്ത് യാസിർ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും വിവാഹത്തിന് ശേഷവും ലഹരി ഉപയോഗം തുടർന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഷിബില തനിക്കൊപ്പം വരാത്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്നായിരുന്നു കൊലപാതകം നടത്തിയതെന്നും ഷിബിലയുടെ വീട്ടുകാർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുമാണ് യാസിർ പോലീസിന് നൽകിയ മൊഴി. വ്യാഴാഴ്ചയും ഫിംഗർ പ്രിന്റ് വിദഗ്ധർ കൊലപാതകം നടന്ന വീട്ടിലെത്തി തെളിവ് ശേഖരിച്ചു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച സന്ധ്യയോടെയാണ് ഷിബിലയെ ഭർത്താവ് യാസിർ കാറിലെത്തി കത്തി ഉപയോഗിച്ച് കുത്തുന്നത്. തടയാൻ ശ്രമിച്ച പിതാവ് അബ്ദുറഹ്മാനും മാതാവ് ഹസീനയ്ക്കും കുത്തേറ്റിരുന്നു. 11 കുത്തുകളേറ്റ ഷിബിലയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല.